സർവേയിൽ നിതീഷിന് വട്ടപൂജ്യം. പരക്കം പാഞ്ഞ് ബി.ജെ.പി. ഇനി ആരെ ചക്കിട്ട് പിടിക്കും എന്നവർക്കറിയില്ല. ഇന്ത്യ ടുഡേയുടെ സർവേയിലാണ് ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ നിതീഷിന്റെ മാർജിൻ പൂജ്യമായി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഉള്ളുക്കുള്ളാലെ ബി.ജെ.പി. കൈയടിക്കുകയാണ്. കാര്യം, ഒപ്പം കൂടിയ നിതീഷ് ഒരു കുർസി രാജാവാണ്. മുഖ്യമന്ത്രി കസേര നിലനിർത്താൻ അയാൾ എന്തും ചെയ്യും. അതിന് എത്ര തവണ മുന്നണി മാറാനും ഈ നിതീഷ് തയ്യാറാണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നതും ബി.ജെ.പിക്കാണ്. അതുകൊണ്ടാണ് ഇന്ന് നിതീഷ് ബി.ജെ.പി. കേന്ദ്ര മന്ത്രിസഭയിലും ബജറ്റിലുമൊക്കെ ഇടം നേടിയത്. എന്നാൽ അതേസമയം ലാലു പ്രസാദ് യാദവിന്റെ ആർ.ജെ.ഡിക്ക് വലിയ മുൻതൂക്കം സർവേ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്കായിരിക്കും വിജയം. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനപ്രീതിയിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ നിതീഷിന് വലിയ പിന്തുണ ഉണ്ടാകില്ലെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പ്രവചിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർ.ജെ.ഡി. യുവ നേതാവ് തേജസ്വി യാദവിനാണ് സർവേയിൽ കൂടുതൽ പിന്തുണ. 41% പേർ തേജസ്വിയെ പിന്തുണച്ചപ്പോൾ 18% പേരുടെ പിന്തുണ മാത്രമാണ് നിതീഷ് കുമാറിന് ലഭിച്ചത്. 15% പേർ ജൻസൂര്യ സ്ഥാപകനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്തിനെയും അനുകൂലിക്കുന്നുണ്ട്. നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത തകർന്നു എന്ന് തന്നെയാണ് 58% ആളുകളും പ്രതികരിച്ചത്. നേരിയ ഇടിവ് സംഭവിച്ചതായി 13% ആളുകൾ പറയുമ്പോൾ യാതൊരു ഇടിവും ഇല്ല എന്നും നിതീഷ് ഇപ്പോഴും മികച്ച നേതാവാണ് എന്നും 21% പേർ മാത്രമേ പറയുന്നുള്ളൂ. തൊഴിലില്ലായ്മയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്നാണ് 45% ആളുകളുടെ അഭിപ്രായം. പണപ്പെരുപ്പമെന്ന് 11% പേർ പറഞ്ഞപ്പോൾ വൈദ്യുതി, വെള്ളം, റോഡ് എന്നിവയാണെന്ന് 10% പേരും പറയുന്നുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളും അഴിമതിയുമാണ് എന്നായിരുന്നു 4% പേരുടെ അഭിപ്രായം. സർവേയിൽ പങ്കെടുത്ത 50% പേർ നിലവിലെ സർക്കാരിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. സർക്കാർ മാറണമെന്ന അഭിപ്രായമാണ് ഇവർ പങ്കിടുന്നത്. എന്നാൽ അതൃപ്തി ഉണ്ടെന്നും സർക്കാർ മാറേണ്ടതില്ല എന്നുമായിരുന്നു 22% പേരുടെ അഭിപ്രായം. അതേസമയം അതൃപ്തിയുമില്ല, മാറ്റവും ആഗ്രഹിക്കുന്നില്ല എന്ന് 25% പേരും പങ്കുവച്ചു. ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ബീഹാറിൽ ഇക്കുറിയും നിതീഷിനെ മുൻനിർത്തിയാകുമോ എൻ.ഡി.എ തെരഞ്ഞെടുപ്പ് പോരിനിറങ്ങുക എന്നത് ഉറ്റുനോക്കുന്ന സമയത്ത് കൂടിയാണ് ഇത്തരമൊരു സർവേ. രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾക്ക് പേരുകേട്ട നിതീഷിനെ ഇത്തവണയും അവതരിപ്പിക്കുന്നത് എൻ.ഡി.എക്ക് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. എന്നാൽ നിതീഷിനെ തഴഞ്ഞ് മുന്നോട്ടു പോകാൻ ബീഹാറിൽ ബി.ജെ.പിക്ക് സാധിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243 അംഗ സീറ്റിൽ 74 സീറ്റുമായി ആർ.ജെ.ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. നിതീഷിന്റെ ജെ.ഡി.യുവിന് ലഭിച്ചതോ 43 സീറ്റുകളും. തുടർന്ന് 74 സീറ്റ് നേടിയ ബി.ജെ.പി. ജെ.ഡി.യുമായി കൈകോർത്ത് ഭരണത്തിലേറി. കോൺഗ്രസ് 19 സീറ്റുകളായിരുന്നു അന്ന് ലഭിച്ചത്. പിന്നീട് ബി.ജെ.പിയുമായി ഇടഞ്ഞ് നിതീഷ് ആർ.ജെ.ഡിയുമായി കൈകോർത്ത് ഭരണത്തിലുമേറി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സഖ്യം അവസാനിപ്പിച്ച് എൻ.ഡി.എയിലേക്ക് ചേക്കേറുകയാണ് നിതീഷ്.